പ്രിയപ്പെട്ടവരെ, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാബിൾസ്. ഒരു HTML വെബ് പേജിനകത്ത് എങ്ങനെയാണ് ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഫ്രെയിംസ് എങ്ങനെയാണ് വെബ് വിൻഡോയെ ഒന്നിലധികം പാർട്ടീഷ്യൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടാബിൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ടാഗുകൾ, ആട്രിബ്യൂട്ട്സ് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണിക്കാം. പ്രോഗ്രാമിംഗ് ജീനി, ഫയൽ, ന്യൂ. ഇത് നിങ്ങൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നത് HTML ഫയലായിട്ട് സേവ് ചെയ്യണം. ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത് നോക്കുക. HTML, അതിൽ ടേബിൾ, table.html എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്തു. ഇനി നമുക്ക് സാധാരണ പോലെ കോഡിംഗ് ആരംഭിക്കാം. ഹെഡ് കൊടുക്കാം. ടൈറ്റിൽ, ഞാനിവിടെ ക്രിയേറ്റിംഗ് ടാബിൾസ് എന്ന് കൊടുത്തു. ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി. ഇനി ആണ് നമ്മൾ ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ടാബിൾ എന്ന് പറഞ്ഞ ടാഗാണ് ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് TR യൂസ് ചെയ്യുന്നത്. ദെൻ ടേബിളിൻ്റെ ഹെഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് TH യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നെയിം എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ബാച്ച് എന്ന് കൊടുത്തു. അതേപോലെ വീണ്ടും TH കൊടുത്തു. അവിടെ സ്ട്രെങ്ത് എന്ന് കൊടുത്തു. ഓക്കെ, 2 കോളായിപ്പോൾ 2 സെല്ലായി ഒന്നാമത്തെ വരിയിൽ. അത് മതിയെങ്കിൽ അവിടെ ആ വരി അവിടെ ക്ലോസ് ചെയ്യാം. അതിനാണ് ഇവിടെ TR കൊടുത്തത്. ദെൻ പുതിയ ഒരു വരി ഓപ്പൺ ചെയ്യണം. TR, പുതിയ വരി ഓപ്പൺ ചെയ്തു. അവിടെ വീണ്ടും ഞാൻ TD, ടേബിൾ ഡാറ്റ, ബാച്ച് എന്നുള്ളതിൻ്റെ നേരെ താഴെ വരാൻ വേണ്ടി കൊമേഴ്സ് എന്ന് കൊടുത്തു. അതേപോലെ വീണ്ടും TD, ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് നേരെ എവിടെയാണ് വരിക? സ്ട്രെങ്ത്തിൻ്റെ നേരെ വരാനുള്ളത്. രണ്ടാമത്തെ കോളം ആണ് ഇനി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊമേഴ്സിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ നേരെ താഴെയുള്ള ഞാൻ 56 എന്ന് കൊടുത്തു. ആ TR അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും ഞാൻ TD കൊടുക്കുന്നു. അവിടെ ഹ്യൂമാനിറ്റീസ്, TD 65. ഇവിടെ TR നമ്മൾ തുറന്നിട്ടില്ല. TR, ആ TR ഇവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ ക്ലോസ് ചെയ്യണം. ടേബിൾ എത്ര വരി വേണോ അത്ര TR വേണം, എത്ര കോളം വേണോ അത്ര TH അല്ലെങ്കിൽ TD വേണം. സിമ്പിളായിട്ടുള്ളൊരു ടേബിളാണ്. പിന്നെ ഇതിനെ നമ്മൾ സേവ് ചെയ്യുന്നു. സേവ്.
ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നേരെ ആ ഫയൽ പോയി ഓപ്പൺ ചെയ്താലും മതി. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ടേബിൾ. ഇവിടെ നമ്മൾ അതിൻ്റെ ടേബിളിൻ്റെ ബോർഡർ കാണുന്നില്ല. ബോർഡർ കാണാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കണമെങ്കിലേ ബോർഡർ കാണുള്ളൂ, അല്ലെങ്കിൽ ബോർഡറിൻ്റെ തിക്നെസ് 0 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ബോർഡർ കൊടുത്തെങ്കിൽ മാത്രമേ ടേബിളിൻ്റെ ബോർഡേഴ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബോർഡർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ബോർഡറിൻ്റെ തിക്നെസ് ആണ് ഈ പറയുന്നത്. ഫയൽ സേവ് ചെയ്യണം, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി ടേബിളിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ മറ്റു പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ടുകളായിരുന്നു സെല്ലിൻ്റെ റോ സ്പാനും കോൾ സ്പാനും. എനിക്കിപ്പോൾ ഇതിൻ്റെ മേലെ സ്കൂളിൻ്റെ പേര് വരണം, 2 കള്ളി കവർ ചെയ്തിട്ട് സ്കൂളിൻ്റെ പേര് വരണം എന്ന് വിചാരിക്കുക. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൾ സ്പാൻ, കോളം സ്പാൻ ചെയ്യാൻ വേണ്ടി കോൾ സ്പാൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ TR, അവിടെ പുതിയ വരി ഇൻസേർട്ട് ചെയ്യാണ്. ആ വരിക്കകത്ത് ഒരു TH കൊടുക്കുന്നു. ആ THനകത്ത് ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒരു കള്ളി എക്സ്ട്രാ അവിടെ കാണുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? ഇതൊന്നും ചെയ്തിട്ട് കാണിക്കാം. GHS ഒതുക്കുങ്ങൽ, ഒരു കള്ളി ഇവിടെ വരിക ചെയ്യുക. പക്ഷേ ഈ കള്ളി ഇവിടെ കവർ ചെയ്ത് 2 കോളം കവർ ചെയ്ത് വരണം. അതിനു വേണ്ടിയാണ് ഇവിടെ TH പറയുന്ന ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോൾ സ്പാൻ ഈക്വൽ ടു 2. കോൾ സ്പാൻ ഈക്വൽ ടു 2. ആ സെല്ല് 2 കോളം കവർ ചെയ്ത് വരണം എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ, റോ സ്പാൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോ സ്പാനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ടേബിളിൻ്റെ ഹൈറ്റ് വിടുത്ത് നമ്മൾ പഠിച്ച മറ്റു 2 അല്ലെങ്കിൽ BG കളർ, പിന്നെ ഹൈറ്റും വിടുത്തും കൊടുക്കാം. ഹൈറ്റ് ഈക്വൽ ടു, ഞാൻ ഒരു % ആണ് കൊടുക്കുന്നത്. വിടുത്ത് ഈക്വൽ ടു 40%. പിക്സലിലും കൊടുക്കാം, പെർസെൻറ്റേജിലും കൊടുക്കാം. ഓക്കെ, BG കളർ ഈക്വൽ ടു റെഡ്. ടേബിളിൻ്റെ ഹൈറ്റും വിടുത്തും കൊടുത്തത് കൊണ്ടാണ് 30% ഹൈറ്റ് ഉണ്ട്, 40% വിടുത്തുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറ്റുന്ന ഒരു സൈസിനകത്ത് ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ചില കോളത്തിന് മാത്രം നമുക്ക് കളർ കൊടുക്കാം. TD, അതിനാണ് THൻ്റെ BG കളർ. ഇത് ആ സെല്ലിന് മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുക. ഇത് നമ്മൾ കളർ കോഡ് വെച്ച് കൊടുക്കാം. റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ 6 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ആ രീതിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, റെഡിൻ്റെയും ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു കോമ്പിനേഷനുള്ള കളറായിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. റെഡും ഗ്രീനും യെല്ലോ, ഇത് മിനിമമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറ് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ കുറച്ചുള്ളത്. അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ കൂടി വരും.
ഓക്കെ, ബ്ലൂവിൻ്റെ കൂടുക എന്ന് പറഞ്ഞാൽ റെഡും ഗ്രീനും ബ്ലൂവും വൈറ്റ് അല്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്ത വിബ്ജിയോർ കളർ വൈറ്റ് ആയിരിക്കും വരുന്നത്. മാക്സിമം ഇൻറ്റൻസിറ്റി ഇവിടെ ഇതിൻ്റെ മാത്രമേ കുറച്ച് കുറവുള്ളൂ, അതേപോലെ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഗ്രീനിൻ്റെ കണ്ടൻറ്റ് അവിടെ കുറയും. ഇങ്ങനെ ഏത് കളർ, ഈ കളർ കോഡ് വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഇതാണ്. ഇതേ രീതിയിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ടേബിൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ആട്രിബ്യൂട്ടുകളാണ്, ടാഗുകളാണ്. ഫ്രെയിം സെറ്റ്. നമ്മൾ ഇതുവരെ കണ്ട രീതി അനുസരിച്ച് ഒരു ബ്രൗസർ വിൻഡോക്കകത്ത് ഒരു HTML ഫയലായിരുന്നു ഡിസൈൻ ചെയ്യാൻ പറ്റിയിരുന്നതെങ്കിൽ ഒരു വിൻഡോക്കകത്ത് തന്നെ ഒന്നിലധികം പേജുകൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ അലോ ചെയ്യുന്ന ഒരു ടാഗാണ്, അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ടു വ്യൂ മൾട്ടിപ്പിൾ വെബ് പേജസ് ഇൻ എ സിംഗിൾ വിൻഡോ. ഈച്ച് ഇൻഡിവിജ്വൽ സെക്ഷൻസ് അല്ലെങ്കിൽ പേജസ് in a frame set is called a frame. It is a container tag which begin with frame set tag and end with end frame set tag. അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്, ഒന്ന് കോൾസ്, ഡിറ്റർമിൻസ് ദ ഡയമെൻഷൻ ആൻഡ് നമ്പർ ഓഫ് വെർട്ടിക്കൽ ഫ്രെയിംസ്. വെർട്ടിക്കലായിട്ട് നമ്മൾ ഈ വിൻഡോയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഓരോ സെക്ഷൻ്റെയും എത്ര സെക്ഷൻ വേണം, ഓരോ സെക്ഷൻ്റെയും സൈസ് അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഡയമെൻഷൻ പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് കോൾസ്. രണ്ട്, റോസ്, ഡിറ്റർമിൻസ് ദ ഡയമെൻഷൻ ആൻഡ് നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ഫ്രെയിംസ് ഇൻ ദ ഫ്രെയിം സെറ്റ്. ഹൊറിസോണ്ടലായിട്ട് എത്ര സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്, അതാണ് റോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ടാണ് ബോർഡർ, സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ദ ബോർഡർ. നമ്മൾ ടേബിളിൻ്റെ ബോർഡർ പറഞ്ഞ പോലെ ബോർഡറിന്, ഈ ഫ്രെയിമിൻ്റെ ബോർഡറിന് എത്ര തിക്നെസ് വേണം എന്ന് പറയാൻ വേണ്ടിയാണ്. അതേപോലെ ബോർഡർ കളർ, ആ ബോർഡറിൻ്റെ കളർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു കൊട്ടേഷനകത്ത് കൊടുക്കണം 100, 200, 300 എന്ന് പറഞ്ഞാൽ 3 ഫ്രെയിം, വെർട്ടിക്കലായിട്ടുള്ള 3 ഫ്രെയിം അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓരോന്നിൻ്റെയും സൈസാണ് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കൊട്ടേഷനകത്ത് കൊടുക്കണം, ഇത് കൊടുക്കുമ്പോൾ 100 പിക്സൽ, ദെൻ 200 പിക്സൽ, തേർഡ് വണ്ണിൻ്റെ 300 പിക്സൽ. അപ്പോൾ ഈ രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ വേറെ രീതിയിൽ നമുക്ക് കൊടുക്കാം, ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു കൊട്ടേഷനകത്ത് സ്റ്റാർ കോമ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഫയൽ നെയിമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാർ കൊടുക്കാറുണ്ട് അല്ലേ, എന്തും ആവാം. അപ്പോൾ സ്റ്റാർ കോമ സ്റ്റാർ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള 2 ഫ്രെയിമായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാർ കോമ സ്റ്റാർ കൊടുക്കുന്നത്, ഹൊറിസോണ്ടൽ ഫ്രെയിംസ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അളവ് കൊടുത്തിട്ട് സ്റ്റാർ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ആ അളവ് കറക്റ്റ് കിട്ടും, ബാക്കിയുള്ള ഏരിയ എത്രയാണോ അതിന് വേറൊരു ഫ്രെയിം ഡിവൈഡ് ചെയ്യും. ഇവിടെ ഈ പിക്സൽ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പെർസെൻറ്റേജും കൊടുക്കാം. പിക്സൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ സൈസ്, വിൻഡോയുടെ സൈസ് എത്രയെന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് ഭാഗം അവിടെ ബാക്കി വരും. അപ്പോൾ അത്തരം സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. 20%, 80%. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റിൻ്റെ 20% സൈസ് ഉണ്ടാവും, മറ്റേ 100 ആയി. അപ്പോൾ ഈക്വലായിട്ട് നമുക്ക് എത്ര മൊത്തം ബ്രൗസർ വിൻഡോയുടെ മൊത്തം സൈസ് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30, 20, 50 ആ രീതിയിൽ 100 ആക്കി കഴിഞ്ഞാൽ മൊത്തം വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ അത്രയും ഫ്രെയിമുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഫ്രെയിം ടാഗിനകത്ത് എങ്ങനെയാണ് ഓരോ പേജുകളെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ HTML പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രെയിം സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഫ്രെയിമുകളെ അല്ലെങ്കിൽ പേജുകളെ ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം ടാഗ്. ഇറ്റ് ഡിഫൈൻസ് ദ ഫ്രെയിംസ് വിത്തിൻ എ ഫ്രെയിം സെറ്റ്. ഇറ്റ് ഈസ് എൻ എംപ്റ്റി ടാഗ്. ഫ്രെയിം സെറ്റ് കണ്ടെയ്നർ ടാഗ് ആണെങ്കിൽ ഫ്രെയിം എന്നുള്ളത് എന്താണ്, ഒരു എംപ്റ്റി ടാഗാണ്.
പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഒന്ന് SRC specifies the name of file to be loaded into a frame. Specifies the name of the file to be loaded into a frame. ഒരു ഫ്രെയിമിൽ ലോഡ് ചെയ്യേണ്ട ഫയൽ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ IMG SRC പറഞ്ഞ പോലെ ഇമേജിൻ്റെ സോഴ്സ് പറയുന്നത് പോലെ ഇവിടെ ആ ഫയലിൻ്റെ ഒരു HTML ഫയലിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. സെക്കൻഡ് ആട്രിബ്യൂട്ട് സ്ക്രോളിംഗ്. എന്താ സ്ക്രോളിംഗ്? സ്ക്രോളിംഗ് എന്താണ്? Indicates whether scroll bar is to be shown in the frame. ഫ്രെയിമിനകത്ത് സ്ക്രോൾ ബാർ കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കുന്നു. 3 വാല്യൂസ് ആണല്ലോ. യെസ് ആണെങ്കിൽ സ്ക്രോൾ ബാർ കാണാം, നോ ആണെങ്കിൽ സ്ക്രോൾ ബാർ ഉണ്ടാവില്ല, ഓട്ടോ ആണെങ്കിൽ സ്ക്രോൾ ബാർ ആവശ്യമെങ്കിൽ കാണും. കാരണം കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അവിടെ സ്ക്രോൾ ബാർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പിയർ ചെയ്യും. നോ റീസൈസ്. ഡിസേബിൾസ് ഫ്രെയിം റീസൈസിങ് കാപ്പബിലിറ്റി. സാധാരണഗതിയിൽ ഫ്രെയിമിൻ്റെ സൈസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്ക് ഫ്രെയിമിനെ റീസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൗസ് വെച്ച് ഡ്രാഗ് ചെയ്താൽ അങ്ങനെ വരുമ്പോൾ സൈറ്റിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ആകെ മാറും. അപ്പോൾ അത് തടയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം നോ റീസൈസ്. അപ്പോൾ പ്രൊഹിബിറ്റ്സ് ദ റീസൈസിങ് ഓഫ് ദ ഫ്രെയിം. മാർജിൻ വിഡ്ത്ത് സ്പെസിഫൈസ് ദ സ്പേസ് ബിറ്റ്വീൻ സൈഡ്സ് ഓഫ് ദ ഫ്രെയിം. 2 സൈഡിലുള്ള മാർജിൻ എത്ര വേണം എന്ന് തീരുമാനിക്കും. പിക്സലിലാണ് കൊടുക്കുക. അതേപോലെ മാർജിൻ ഹൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം ഫ്രെയിം എത്ര സ്പേസ് വിട്ടിട്ടാണ് കണ്ടൻറ്റ് വരേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ആൻഡ് സിക്സ്ത് ആട്രിബ്യൂട്ട് ഈസ് നെയിം. നമുക്കൊരു ഫ്രെയിമിനൊരു നെയിം കൊടുക്കാം. അത് ഈ രീതിയിലാണ്, ഈ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സ്പെസിഫൈസ് എ നെയിം ഫോർ ദ ഫ്രെയിം. Then no frame tag. എന്തിനാ യൂസ് ചെയ്യുന്നത്? ചില ബ്രൗസറുകൾ ഈ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫ്രെയിം സെറ്റ് ടാഗിനെയും ഫ്രെയിം ടാഗിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാത്ത ബ്രൗസറുകൾ അല്ലെങ്കിൽ ഫ്രെയിം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത ബ്രൗസറുകൾ ഉണ്ടെങ്കിൽ ആ ഫ്രെയിം ലോഡ് ചെയ്യുന്നതിന് പകരം അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടൻറ്റ് എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നോ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്പെസിഫൈസ് ദ കണ്ടൻറ്റ് ടു ബി ഡിസ്പ്ലേഡ് ഇഫ് ദ ഫ്രെയിംസ് കനോട്ട് ബി ഡിസ്പ്ലേഡ് ബൈ ദ ബ്രൗസർ. ഈ നോ ഫ്രെയിം ടാഗിനകത്ത് കണ്ടൻറ്റ് എഴുതി നോ ഫ്രെയിം ടാഗ് ക്ലോസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. സപ്പോസ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒരു ഫ്രെയിം സെറ്റുള്ള ഒരു HTML ഫയലിനകത്ത് പിന്നെ അവിടെ ബോഡി ടാഗ് ഉണ്ടാവില്ല. നിർബന്ധമായും ഒരു HTML ഫയലിനകത്ത് ബോഡി ടാഗ് ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഫ്രെയിം സെറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അങ്ങനെയുള്ള ഒരു ഫയലിനകത്ത് എന്തുണ്ടാവില്ല? ബോഡി ടാഗ് ഉണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച 2 HTML ഫയൽ അതിൽ ബോഡി ഉണ്ടാവും. ഇപ്പോൾ first.html അല്ലെങ്കിൽ second.html ഞാനിവിടെ കാണിക്കാം. first.html ഒരു ഫയൽ, ഇത് ഫ്രെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിൽ ലോഡ് ചെയ്യേണ്ട ഫയലുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് first.html എന്ന് പറഞ്ഞൊരു ഫയലാണ്. സാധാരണ നിങ്ങൾ ചെയ്തതുപോലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് first.html. അതേപോലെ second.html എന്ന് പറഞ്ഞ വേറൊരു ഫയൽ. എത്ര ഫയലാണോ നമ്മൾ ഫ്രെയിമിൽ ലോഡ് ചെയ്യേണ്ടത് ആ ഫയലൊക്കെ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്യുന്നു. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡിയൊക്കെ കൊടുത്ത് ഇത് സ്കൂളിനെ പറ്റി ഒക്കെ ഉള്ള ഒരു സാധാ HTML ഫയൽ, ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫയലാണ്. അപ്പോൾ first.html, second.html ഈ 2 ഫയലിനെ കൂടെ നമ്മൾ ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ഇത് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ഈ 2 ഫയലിനെയും കൂടി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാനുള്ള
ഫ്രെയിം ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാറ്? HTML ഹെഡ്, ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്യുന്നു. ഫ്രെയിം സെറ്റ് റോസ് 30%, 70%. അപ്പോൾ ഇതിനെ ഹൊറിസോണ്ടലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് സെക്ഷൻ്റെ സൈസാണ് ഈ പറയുന്നത് 30%, 70%. ദെൻ അതിൽ ഒന്നാമത്തെ സെക്ഷനിൽ ലോഡ് ചെയ്യേണ്ട ഫയൽ പറയാൻ വേണ്ടിയാണ് ഫ്രെയിം src ഈക്വൽ ടു first.html. രണ്ടാമത്തെ സെക്ഷനിൽ പറയാൻ വേണ്ടിയാണ് ഫ്രെയിം src ഈക്വൽ ടു second.html. അപ്പോൾ ഇവിടെ എത്ര സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അത്ര ഫ്രെയിം src നമ്മൾ കൊടുക്കണം. ഒക്കെ പറഞ്ഞതിന് ശേഷം ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, മാറ്റം വരുത്താത്തതുകൊണ്ടാണ്. ദെൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച രണ്ട് ഫയലുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും first.html. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഫയൽ. ദെൻ second.html, ഇതാണ് രണ്ടാമത്തെ ഫയൽ. ഇത് രണ്ടും കൂടി കാണിച്ചതാണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഫ്രെയിം വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒരു പേജിലേക്ക് ലോഡ് ചെയ്തു. ഇവിടെ കണ്ടൻറ്റ് കുറേ ഉണ്ട്. ഇവിടെ സ്ക്രോൾ ബാർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് നമുക്ക് താഴേക്ക് കാണാം. ഇവിടെയും താഴേക്കുണ്ട്. സോ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് താഴോട്ടും മേലോട്ടും കാണാം. ഇതിന് രണ്ട് ഹൊറിസോണ്ടൽ, ഇത് 30%, ഇത് 70%. ബ്രൗസർ വിൻഡോയുടെ പെർസെൻറ്റേജാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്സ്, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. എന്താ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ പറഞ്ഞ നെസ്റ്റഡ് ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്രെയിം സെറ്റിനകത്ത് മറ്റൊരു ഫ്രെയിം സെറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നെസ്റ്റഡ് ഫ്രെയിം സെറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ മതിയാവില്ല, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ മതിയാവില്ല. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലും ചെയ്ത് ആ വെർട്ടിക്കൽ ആയതിനെ വീണ്ടും 3 സെക്ഷൻ ഇതേപോലെ. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ ഇവിടെ 30%, ഇവിടെ 70%, രണ്ടെണ്ണേ ഡിവൈഡ് ചെയ്തുള്ളൂ. പക്ഷേ രണ്ടാമത്തതിനെ വീണ്ടും നമ്മൾ എന്താക്കി 3 വെർട്ടിക്കൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യാം. ഒരു ഫ്രെയിം സെറ്റിനകത്ത് വേറെ ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിളാണ് ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 100, സ്റ്റാർ 100 പിക്സലും ബാക്കിയുള്ള ഭാഗം വെച്ചിട്ടൊരു ഹൊറിസോണ്ടൽ സെക്ഷൻ അവിടെ ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തേൽ ഹെഡർ ഫയൽ ലോഡ് ചെയ്തു. നിങ്ങൾ ചില സൈറ്റിലൊക്കെ കാണാൻ പറ്റും ഒരു ഭാഗത്ത് മെനൂസ് മാത്രം കാണാം. ആ മെനു ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കണ്ടൻറ്റ് തൊട്ടപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ഇവിടെ നമ്മൾ ഫ്രെയിം പറയുന്നതിന് പകരം വീണ്ടും ഒരു ഫ്രെയിം സെറ്റ് കൂടി കൊടുത്തു. അതായത് ഈ ഫ്രെയിം സെറ്റിനകത്ത് വീണ്ടും ഒരു ഫ്രെയിം സെറ്റ് കൊടുത്തു. എ ഫ്രെയിം സെറ്റ് പ്ലേസ്ഡ് വിത്തിൻ അനദർ ഫ്രെയിം സെറ്റ് ഈസ് കാൾഡ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. അപ്പോൾ കോൾസ് 33%, 33%, സ്റ്റാർ. അപ്പോൾ ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള 3 പാർട്ടീഷ്യനായിട്ട് അവിടെ ഡിവൈഡ് ചെയ്തു വെർട്ടിക്കലായിട്ട് കോൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. ദെൻ 3 നമ്മൾ കൊടുക്കുന്നു ഫ്രെയിം src ഈക്വൽ ടു സബ് ഫ്രെയിം 1.html, ഫ്രെയിം src ഈക്വൽ ടു സബ് ഫ്രെയിം 2.html, ഫ്രെയിം src ഈക്വൽ ടു സബ് ഫ്രെയിം 3.html. അപ്പോൾ ഈ 3 ഫയൽ, ഈ ഹെഡർ ഫയൽ, ഈ 4 ഫയൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഫ്രെയിം ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 3, 1, 4 ഫയൽ ഓരോന്നിലും ഡിസ്പ്ലേ ചെയ്യും. ഫ്രെയിം 1 ഇതിൽ ഡിസ്പ്ലേ ചെയ്യും, 2 എന്ന് പറഞ്ഞ ഫയൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും, 3 ഇതിൽ ഡിസ്പ്ലേ ചെയ്യും, header.html എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും.
അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് വെച്ചുകൊണ്ട് മൊത്തം വിൻഡോയെ എങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആ ഇന്നറായിട്ട് തുറന്ന ഫ്രെയിം ഇന്നറായിട്ട് തന്നെ ക്ലോസ് ചെയ്യണം, ലൂപ്പിലൊക്കെ ചെയ്തതുപോലെ. ദെൻ ഔട്ടർ ക്ലോസ് ചെയ്യുന്നു. ആ ഡിഫറെൻറ്റ് കളറിൽ കാണിച്ചതാണ്. ഇന്നർ ഇവിടെ ക്ലോസ് ചെയ്തു, ഔട്ടർ ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഇതിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോം എന്ന് പറഞ്ഞ ടാഗാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.